വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ കരയുന്നത് കണ്ട് നമ്മൾ പലരും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ കണ്ണീര് കണ്ട് ചിരിച്ച് വീടിയിടുന്നവനെ എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല കാരണം ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ. മലയാളികൾക്ക് അപമാനമായിട്ട് നിന്റെയൊക്കെ വീട്ടിലാണ് ഇതുപോലെ സംഭവിക്കുന്നെങ്കിൽ അപ്പോഴും മൊബൈൽ പിടിച്ച് കൊലപ്പിച്ചോണ്ടിരിക്കോ? പല ടൈപ്പ് ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇജാതി ഒരു അപരാധത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പാർവതി, ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാകുന്ന ലക്ഷണമാണ്. നിനക്ക് പൊലകുളിയും തമാശല്ലോടാ. വല്ലാത്തൊരു മനുഷ്യൻ കേട്ടോ. ഇവനെ മനുഷ്യനെന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റൂല. കാരണം മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരെ മനുഷ്യന്മാരെന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. കഷ്ടായി പോയി, വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. ഞാൻ ആദ്യം വിചാരിച്ചു ഇവൻ അണ്ടർ ഏജിൽപ്പെട്ട ഒരു പയ്യനാണെന്ന് വിചാരിച്ചു. പക്ഷെ ഈ പൂക്കാവടി മോന് 29 വയസ്സുണ്ട്. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? എന്നിട്ടാണ് ഇവൻ ഇതുപോലത്തെ അവൻ അച്ഛൻ ഇല്ലായ്മയുള്ള പരിപാടി അവൻ കാണിച്ചത്. എടാ, നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എറിഞ്ഞ് കുടിച്ചു മൂടിയേനെ. നല്ല ബുദ്ധിയുള്ള അവന് റീച്ചിന് വേണ്ടി